ഇത് കടച്ചക്കയാണ്, ശീമച്ചക്ക എന്നും പറയുന്നതിന്. കടച്ചക്ക ഇത് സീസണാണ്, ഇപ്പൊ കടച്ചക്കയുടെ സീസണാണ് ഇപ്പോൾ ഉള്ളത്. ഇതുകൊണ്ട് നമ്മൾ ഒരു മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കൂടാതെ പിന്നെ മുട്ട ഉപയോഗിച്ചു. അപ്പൊ എഗ് മഞ്ചൂരിയനും കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്ക മഞ്ചൂരിയനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഈ കടച്ചക്ക നന്നായിട്ട് തോലെല്ലാം ചെത്തി കളഞ്ഞിട്ട് നുറുക്കിയെടുക്കണം. നമുക്കിനി അത് ചെയ്യാം. ഓക്കെ. ശീമച്ചക്ക ഞാൻ അരിഞ്ഞു വെച്ചു. ഇതിന്റെ കാണിച്ച ചക്കയുടെ ഫുള്ള എടുത്തില്ല, ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമ്മള് ഈ തിളച്ച വെള്ളത്തിലേക്ക്, വെള്ളം തിളച്ച് കഴിഞ്ഞ് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ഇത് ഇടുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കുറച്ച് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി വേവിച്ചെടുക്കണം. 15 മിനിറ്റ് വേവിക്കണം. ഓക്കെ. നമ്മുടെ ചക്ക വേവാനുള്ള സമയമായി. വെന്ത് നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി നമ്മുടെ കടച്ചക്ക വെന്ത് കഴിഞ്ഞു. ഇനി നന്നായി വെന്ത കടച്ചക്ക നമ്മള് നന്നായി ഉടച്ചെടുക്കണം. ഓക്കെ. ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ്, ഇത് വേഗം വേറുന്നതാണ്. ഏകദേശം അതേ ടെക്സ്ചർ ആയതിന്. ഓക്കെ. ഇനി ഇതിലേക്ക് ഇത് ഞാനൊരു വലിയ സവോള പൊടിയായി അരിഞ്ഞു വെച്ചതാണ്, അത് ഇതിലേക്ക് ഇടുന്നു. ഇത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്, അതും ഇതിലേക്ക് ഇടുന്നു. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഉപ്പ് ചേർത്തിട്ടാണ് ചക്ക വേവിച്ചത്, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കുക. അപ്പൊ നമ്മള് കടച്ചക്ക ഉള്ളി എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇത് നമ്മൾ ചെറിയ ഉരുളകളാക്കി ഉരുട്ടണം. ഓക്കെ. നമ്മുടെ ചക്ക നമ്മൾ ഉരുട്ടി വെച്ച് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ മുക്കി പൊരിക്കുന്നതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കുകയാണ്. ഇനി ഈ പാത്രത്തിലേക്ക് ഇനി നമുക്ക് ഡ്രൈ ആയിട്ടാണ് മഞ്ചൂരിയൻ വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ സാധനം ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുത്താൽ മതി.
ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടി ഞാൻ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കി ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഞാനൊരു കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നല്ല ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന കറീൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ച ശീമച്ചക്ക ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമ്മുടെ മഞ്ചൂരിയൻ പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കേ, അങ്ങനെ നമ്മുടെ ശീമച്ചക്ക മഞ്ചൂരിയൻ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില വിതറി അലങ്കരിക്കാം. ഇനി നമ്മൾ എഗ് മഞ്ചൂരിയൻ തയ്യാറാക്കുന്നതിന് വേണ്ട മിക്സ് റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് ഞാൻ ബൗൾ എടുത്തു വെച്ചു. ഈ ബൗളിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിക്കാൻ പോവാണ്. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നു. പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഈ മുട്ടയിലേക്ക് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ്, നല്ല പൊടിയായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതുപോലെ കുറച്ച് കാബേജും ഇതും ഇതിനകത്തേക്ക് ചേർക്കുന്നു. ഇത് നിർബന്ധമാണോ? ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഓക്കെ, മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലായിടത്തും ഇത് തൂത്തെടുക്കുന്നു. ഇനി തയ്യാറാക്കിയ മിക്സ് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിക്കണം. ഓക്കെ, അങ്ങനെ നമ്മുടെ മിക്സ് നമ്മൾ ആ എണ്ണ തേച്ച പാത്രത്തിൽ ഒഴിച്ചു കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ചെയ്യാനുള്ളത് കുക്കറിൽ, ഇഡ്ഡലി കുക്കറിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കണം. തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ക്രിസ്പിനെസ് അങ്ങ് പോകും. അങ്ങനെ കടച്ചക്ക കൊണ്ടുള്ള മഞ്ചൂരിയനും എഗ്ഗ് കൊണ്ടുള്ള മഞ്ചൂരിയനും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനൊക്കെ ഗോബി മഞ്ചൂരിയനും
പൊട്ടറ്റോ മഞ്ചൂരിയൻ ഒക്കെ കഴിച്ചിട്ടുള്ളൂ. ഇതൊക്കെ ഒരു വെറൈറ്റി ആണ്. അപ്പോൾ സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ആദ്യത്തെ കുറേ പീസൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോൾ ബാക്കിയുള്ളതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്യുക. സോ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. യു ക്യാൻ ഡു. താങ്ക് യു.